ജീവിതത്തിൻ്റെ വളരെയധികം പ്രയാസമേറിയതായുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് കൈപ്പേറിയതായിട്ട് തോന്നും. എന്നാൽ കൈപ്പേറിയതായുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും ദൈവം നമ്മെ നടത്തുമെന്നുള്ള പരിപൂർണമായുള്ള വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ്റെ കൊണ്ടമാണ് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് അർപ്പിച്ചതായുള്ള അവസരത്തിൽ ആ ജീവിതം മുഴുവനായിട്ട് അങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുഴുവനായിട്ട് ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മരിച്ചു എന്നത് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. ജീവിതം വട്ടപൂജ്യമായിട്ട് തോന്നുന്നതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവം അത് കൈവിട്ടില്ല. ദൈവം ആ രംഗത്ത് നിന്ന് മരിച്ചയിടയിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പുനരുദ്ധാനം ചെയ്തതായുള്ള കർത്താവാണ് ഞാൻ എക്കാലവും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് നമ്മോട് പറയുവാനൊക്കെയാണ് ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. അതിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ജീവിതത്തിൽ എപ്പോഴും അനുഭവിപ്പാണ്ടൊക്കെയാണ് ഇടയാകേണ്ടത്. ലോകത്തിൻ്റേതായുള്ള സാമർഥ്യമല്ല, മനുഷ്യരുടേതായുള്ള വഴികളുമല്ല, ദൈവത്തിൻ്റേതായുള്ള വഴികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ ഇടയായിത്തീരുന്ന വിശ്വാസ ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഏറെ ആവശ്യമായിരിക്കുന്നത്.